നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഞെട്ടയില്ല വട്ടയില്ല കുട്ടിമുട്ട. ഞെട്ടില്ല വട്ടയില്ല കുട്ടിമുട്ട. ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. തമിഴ്നാട്ടിലെ പൊങ്കൽ വരുമ്പോ എന്താണ് വീട്ടിലൊരു ആഘോഷം എന്ന് പറയണേ? വളരെ നന്നായിട്ട് ഒരു 3 ദിവസത്തിന്റെ സെലിബ്രേഷൻ ആണ്. അപ്പോ എല്ലാ സ്ഥലത്തും എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യൂ, മകരസംക്രാന്തി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പൊങ്കൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? ഗ്രാൻഡ് ആയിട്ടല്ല, വളരെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ്. ശരിക്കും വീട്ടിലുള്ള ടൈമില് ലൈക്ക് സെലിബ്രിറ്റി ആണോ? ഒരുപാട് സെർവൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ വീട്ടില് പക്ക ഒരു ഹൗസ് വൈഫ്, ഒരു ഹോം മേക്കർ ആണോ? എങ്ങനെയാ യൂഷ്വലി വീട്ടിലുള്ള സമയത്ത്? ഈ ചോദ്യം നിങ്ങൾ എന്റെ ഹസ്ബൻഡിനെ ചോദിക്കേണ്ട ചോദ്യമാണ്. അയ്യോ, ഒന്ന് വീഡിയോ കോളിൽ ആക്ച്വലി അവരെപ്പോഴും പറയും, ഞാൻ ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഒരു അറ്റൻഡർ ആയിട്ടോ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നിന്നെ ഈ ഡ്രസ്സിനെ കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ വീട്ടിലെപ്പോഴും ഒരു നൈറ്റി, ഒരു മുടി ഇട്ടിട്ട് തൂർക്കാനും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും 3 times കുക്ക് ചെയ്യാനും എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഓ, അത് ലൈക്ക് ഹസ്ബൻഡ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണോ അതോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണോ? സ്വന്തം ഇഷ്ടം, അതാണ് ഞാൻ. ഓ, അടിപൊളി. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്ദ്രജ. അതായത് വീട്ടിലെ സെലിബ്രിറ്റി ഒന്നല്ല, നമ്മുടെ അമ്മമാരെയൊക്കെ പോലെ. മാഡം, അനുവിന് 3 അസിസ്റ്റന്റ് ആണ്. അല്ല, ഒരു അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട്, 2 പേര് ഇവിടെ. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആടി നിന്ന 10ക്കാണ് അടി കിട്ടിയത്. ഹസ്ബൻഡിന്റെ പേര് മറന്നുപോയി. അബ്സർ, മുഹമ്മദ് അബ്സർ. അബ്സർ, ഓക്കെ. ഹായ് സർ, ഹായ്, ഹൗ ആർ യു? അടുത്ത തവണ വരുമ്പോ നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് ഇങ്ക വാങ്ങൂ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് വീട്ടില് അദ്ദേഹത്തിനാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഉള്ള ഒരു ഫുഡ് എന്താ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കണേ? ഏത് ഫുഡായാലും, അത് വെജിറ്റേറിയൻ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഏതായാലും. ചൈനീസ് വളരെ കുറവാ. ഇപ്പൊ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റിന്. സൗത്ത് ഇന്ത്യൻ, പക്ക സൗത്ത് ഇന്ത്യൻ, ബ്രാഹ്മിൻ, ഫിൽറ്റർ കോഫി, സാമ്പാറും രസമും എവറിത്തിങ്. പൊങ്കല്, വട, പിന്നെ ഇഡ്ഡലി, ദോശ, ഉത്തപ്പം, പൂരി, ചപ്പാത്തി, എന്ത് വേണമെങ്കിലും, തന്തൂരി റോട്ടി, ഓൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഐ ക്യാൻ കുക്ക് എനിത്തിങ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ കുക്ക് ചെയ്ത് ഒരു കാരിയർ കൊണ്ടുവന്ന് ലക്ഷ്മിക്ക് എല്ലാവർക്കും ഞാൻ തരാം. അടുത്ത പൊങ്കലിന് മാഡത്തിന് വേണമെങ്കിൽ അനുവിനെ അങ്ങ് കൊണ്ടുപോകാം. അടുത്ത പൊങ്കൽ വരെ വെയിറ്റ് ചെയ്യണോ? നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് അറിയാം. അത് വെള്ളം പോലെ ഇരിക്കും. കലം അതിന്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ട് ഒരു ഓസ് എടുത്ത് ഇട്ടയ്ക്കും. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. അതിന് നമ്മളിവിടെ വാറ്റെന്ന് പറയും. സാരായം എന്ന് പറയും. സാരായം, പൊങ്കല് അതാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങള്? അല്ല, അനുവിന്റെ വീട്ടില്. അനുവിന്റെ വീട്ടില് നിങ്ങൾ എന്തിനാ പോയി? അയ്യോ, അവിടെ ഇരുന്നൂടെ? ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. വാറ്റിന് വീര്യം കൂടാൻ വേണ്ടി ഈ അട്ട തേളൊക്കെ ഇടും. അത് കിട്ടാത്ത ദിവസം തങ്കച്ചന എല്ലാം കൈപ്പറ്റില്ലോ. വീണ്ടും താങ്ക് യു മാഡം. എല്ലാം ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണല്ലേ. പേടിച്ചില്ലേ? ഞാൻ ചിരിച്ചത് കേട്ട് പേടിച്ചില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഒരു വളരെ ഫണ്ണിയാണ് ഒരു കാര്യം. മാരേജ് ആയ ന്യൂലി വെഡ് മാരീഡ് ഒരു മൂവിനെ വിളിച്ചോണ്ട് പോയി. ഞാനും എന്റെ ഹസ്ബൻഡും പോയി. എന്നെ വിളിച്ചോണ്ട് പോയി. ഗാർഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, കാർട്ടൂൺ മൂവി. ഓ, ഞാൻ ചിരി കേട്ട് അദ്ദേഹം ഒരു 3 years എന്നെ തിയേറ്ററിക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ശരിക്കും നടന്ന സംഭവമാണിത്. I laugh very loud and I laugh from my heart actually. അടുത്തിരുന്നിട്ട് കക്ഷി നിങ്ങൾ കാണുന്നു ഇങ്ങനെ നെട്ടിപ്പോയി. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു 3 years എന്നെ തിയേറ്റർക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ഇനി വേറെ 2 പേര് കല്യാണത്തിന് ശേഷം സിനിമയ്ക്ക് പോയ കഥ നമുക്ക് കേൾക്കണ്ടേ? നമ്മുടെ ക്യാപ്റ്റൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഒരു പടത്തിന് കൊണ്ടുപോയി. ഞാൻ നല്ല ഉറക്കായിരുന്നു. സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കാരണം കിടന്നുറങ്ങി. അന്ന് എന്തെങ്കിലും വാർണിംഗ് കൊടുത്തു, ഇനി മേലിൽ എന്നെ സിനിമയ്ക്ക് വിളിച്ചേക്കരുത്. കല്യാണം കഴിഞ്ഞ് പുതുമോടി ആ സമയത്ത് ഫസ്റ്റ് കൊണ്ടുപോയൊരു സിനിമയാണ് ധന്യ. ഒരുപാട് നല്ല സിനിമകൾ, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ സിനിമകളും കാണും. അപ്പോൾ ഞാൻ ഈ തമാശ പടങ്ങളുടെ ആളാണ്. അപ്പം ഇവളെ ഞാൻ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ആ സിനിമ ഇവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോഴും 12 വർഷമായിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് ഇപ്പം മാഡം അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ കിട്ടും.